കൊച്ചി കപ്പലപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്തെ മത്സ്യം കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് കുഫോസിലെ പ്രൊഫസറായ ഡോക്ടർ വി.എൻ. സഞ്ജീവനാണ്. അടുത്ത വർഷത്തെ മത്സ്യസമ്പത്തിനെ ഒരുപക്ഷെ ഇത് ബാധിച്ചേക്കാമെന്നതേ ഉള്ളൂ. നിലവിൽ വിപണിയിലെത്തുന്ന മത്സ്യം കഴിക്കുന്നതിൽ പേടിക്കേണ്ടതില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് വിദഗ്ധര്. കേട്ടുവരാം. കൊച്ചിയിലെ ചരക്ക് കപ്പൽ അപകടത്തിന് പിന്നാലെ പലതരം ആശങ്കകളാണ് നമ്മുടെ സമൂഹത്തിൽ പരക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് മത്സ്യം കഴിക്കാമോ എന്നതാണ്. കൂടുതലായും മത്സ്യം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എന്നോടൊപ്പമുള്ളത് കുഫോസിലെ പ്രൊഫസർ ഡോക്ടർ വി.എൻ. സഞ്ജീവനാണ്. നമുക്ക് എങ്ങനെയാണ് സർ, ഈ സമയത്ത് മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? മത്സ്യം കഴിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല തൽക്കാലം. പക്ഷെ മത്സ്യസമ്പത്തിനെ ഇത് ബാധിച്ചേക്കാം ഫ്യൂച്ചറിൽ. അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. കാൽസ്യം കാർബൈഡ് ഒരു കെമിക്കലാണ്. ഈ കെമിക്കൽ വെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു ഗ്യാസ് ആവും. അസറ്റിലീൻ ഗ്യാസ് എന്ന് പറയും. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ടാകും. ബൈ പ്രോഡക്റ്റ്. ഈ കെമിക്കൽ ഉണ്ടായാൽ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി കുറയ്ക്കും. വളരെ കുറച്ച് അതൊരു 9-10 ലെവൽ വന്നു കഴിഞ്ഞാൽ മീനിൻ്റെ മുട്ടകൾ മുഴുവൻ നശിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ സമയം മീനിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്ന സമയമാണ്, മുട്ടയിടുന്ന സമയമാണ് മെയ്, ജൂൺ, ജൂലൈ മാസം. സോ ആ മുട്ടയെ ബാധിച്ചാൽ അടുത്ത വർഷം നമുക്ക് മീൻ വളരെ കുറച്ച് കിട്ടുകയുള്ളൂ. ആ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. സാധാരണ ഒരു മത്സ്യം ഓയിൽ കണ്ടാമിനേറ്റ് ആയാൽ കഴിക്കരുതെന്ന് പറയാറുണ്ട്. ഇവിടെ ഓയിൽ കണ്ടാമിനേഷൻ അല്ല. ഈ കെമിക്കൽ ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കെമിക്കൽ ഡയറക്റ്റ്ലി മീനെ അല്ല അഫക്റ്റ് ചെയ്യുന്നത്. മീനിൻ്റെ മുട്ട, ആ മുട്ടയുടെ വിരിയാനുള്ള ചാൻസ് കുറയും. വിരിഞ്ഞാൽ തന്നെ അതിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വർഷത്തെ ഫിഷറിയിൽ തൽക്കാലം നമുക്ക് മീനും കഴിക്കുക, എല്ലാം കഴിക്കുക, ഒരു പ്രശ്നവുമില്ല. എന്തായാലും നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് സാർ പങ്കുവച്ചത്. വിപണിയിലെത്തിയ മത്സ്യം പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായി തന്നെ കഴിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുഫോസിന്റെ പ്രൊഫസർ തന്നെ പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടല്ലോ. ഇനി ആരെ ആണ് പറയേണ്ടത് പ്രേക്ഷകർ കേൾക്കുന്നത്?